أعوذ بالله من الشيطان الرجيم. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ظعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. فإن تولوا فإنما عليك البلاغ المبين. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. സൂറത്ത് നഹ്ൽ 80 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ്. അള്ളാഹു നിങ്ങളുടെ വീടുകളെ വിശ്രമ കേന്ദ്രമാക്കി നാൽക്കാലികളുടെ തോലുകളാൽ യാത്രാവേളകളിലും താമസവേളകളിലും ലഘുവായ താമസ സൗകര്യങ്ങളും ഒരുക്കി തന്നു. കോലാട്, ഒട്ടകം, ചെമ്മരിയാട് എന്നിവയുടെ രോമങ്ങളാൽ ഒരവധി വരേക്കും ജീവിക്കാനാവശ്യമായ വിഭവങ്ങളും വിവിധ വസ്തുക്കളും ഒരുക്കി തന്നു. അള്ളാഹു സൃഷ്ടിച്ച പല വസ്തുക്കളിലൂടെ നിങ്ങൾക്ക് തണലുകൾ വിരിച്ചു തന്നു. പർവ്വതങ്ങളിൽ അഭയസങ്കേതങ്ങൾ ഒരുക്കി. ഉഷ്ണത്തിലും അതേപോലെ തന്നെ യുദ്ധവേളയിലുമൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്നു. ഇപ്രകാരം അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ അവനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ഇനിയും അവർ ഈ സത്യതയിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമേ നിനക്കുള്ളൂ. അതായത് സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എന്നിട്ടും അവർ മനഃപൂർവ്വം അതൊക്കെ നിരാകരിക്കുകയാണ്. അവരിലധികവും നന്ദികേട് കാണിക്കുന്നവരാണ്. മനുഷ്യ സമൂഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെയും ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആദ്യകാലത്ത് മനുഷ്യർ സ്ഥിരമായിട്ടൊരിടത്ത് താമസിച്ചിരുന്നില്ല. അന്നവും വെള്ളവും തേടിയുള്ള അലച്ചിലായിരുന്നു. അങ്ങനെ അത് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കും. മൃഗങ്ങളുടെ തോല് കൊണ്ടുള്ള തമ്പുകളൊക്കെയാണ് അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും മരുഭൂവാസികളൊക്കെ, മരുഭൂമികളിൽ അങ്ങനെയാണല്ലോ അവർ വസിക്കുന്നത്. അപ്പോൾ സ്ഥിരതാമസത്തിനുള്ള വീടുകൾ നിർമ്മിക്കാനാവശ്യമായ സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്തതും അള്ളാഹു തന്നെയാണ്. മനുഷ്യബുദ്ധിയിൽ അത്തരം അറിവുകൾ പകർന്നു നൽകുന്നതും അള്ളാഹുവാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ പോലുള്ള ആകാശം മുട്ടെ കെട്ടിയുയർത്തുന്ന ടവറുകളൊക്കെ നിർമ്മിക്കാനുള്ള അറിവും ബോധവുമൊക്കെ മനുഷ്യബുദ്ധിക്ക് സമ്മാനിക്കുന്നതും അതേ അള്ളാഹു തന്നെയാണ്. അതുപോലെ ശൈത്യത്തിൽ നിന്നും ഉഷ്ണത്തിൽ നിന്നും രക്ഷ നേടാനുതകുന്ന വസ്ത്രങ്ങൾ നിർമ്മിക്കാനാവശ്യമായ മെറ്റീരിയലുകളും സാങ്കേതിക വിദ്യകളുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു അനുഗ്രഹമാണ് തണൽ.
അത്യുഷ്ണത്തിൽ വെന്തുരുകുന്ന അവസ്ഥയിൽ മരങ്ങളും വനങ്ങളും സൂര്യതാപത്തെ തടഞ്ഞു നിർത്തുകയും അവയുടെ തണലിലെ ശീതളഛായയിൽ മനുഷ്യർ ആശ്വാസവും സുഖവും അനുഭവിക്കുന്നു. അതുപോലെ മലകളും പർവ്വതങ്ങളും അവയിലുള്ള ഗുഹകളും അരുവികളും കാട്ടാറുകളും മനുഷ്യർക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റിയ എത്ര നല്ല നല്ല സ്ഥലങ്ങളാണ്. ഇന്ന് എത്രയോ ജനങ്ങൾ ടൂർ പോകാൻ തിരഞ്ഞെടുക്കുന്നതൊക്കെ അത്തരം പ്രദേശങ്ങളാണല്ലോ. ഇതൊക്കെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആരാധിക്കുന്ന കല്ലുകളും ബിംബങ്ങളും ആദൈവങ്ങളും ഒക്കെ അവരുണ്ടാക്കിയതാണോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ല? ബുദ്ധിയും വിവേകമുള്ള മനുഷ്യർ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹു തആല വിശദീകരിക്കുന്നത് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.